മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി എന്താണ് കമ്പ്യൂട്ടർ, എന്താണ് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറാണ്, അതേപോലെ കമ്പ്യൂട്ടറിന് എങ്ങനെയൊക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഡെസ്ക്ടോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ചിട്ടാണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരിത്, നമ്മളെ നോർമൽ വിസിബിൾ ഐസ് കൊണ്ട് കാണാൻ പറ്റുന്ന സെക്ഷൻസിനാണ് എന്ത് ചെയ്യുന്നത്, ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. എ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇൻക്ലൂഡ്സ് ദ ഫിസിക്കൽ parts of a computer such as the CPU, monitor, mouse, keyboard, computer data storage and graphics and sound card, speakers and motherboard. ഇതൊക്കെയാണ് ഒരു നോർമൽ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്ര ഉള്ളൂ, എന്ത് നമ്മളെ ഐ വെച്ചിട്ട് ഫിസിക്കലായിട്ട് കാണാൻ പറ്റുന്ന വസ്തുക്കൾക്കാണ് എന്ത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് CPU ആണ്, രണ്ടാമത് മോണിറ്റർ, മൗസ്, കീബോർഡ്, ഡാറ്റ സ്റ്റോറേജ്, ഹാർഡ് ഡിസ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് എന്ത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയാൻ പോണത് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നതാണ് എന്ത് CPU ആണ് എന്ത് മൊത്തം എല്ലാ കൺട്രോളും എന്ത് ചെയ്യണത് CPU ആണ്. അതായത് വേറെ വല്ല ഇപ്പോൾ കീബോർഡായാലും മൗസായാലും കണക്ട് ചെയ്തിട്ട് അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ത് CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നോക്കുക, ജസ്റ്റ് എ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ഓൾസോ കോൾഡ് സെൻട്രൽ പ്രോസസ്സർ ഓർ മെയിൻ പ്രോസസ്സർ. അതായത് ഏറ്റവും മെയിൻ പാർട്ടാണ് എന്ത് CPU എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇലക്ട്രോണിക് സർക്യൂട്ടറി വിത്തിൻ എ കമ്പ്യൂട്ടർ ദാറ്റ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ദാറ്റ് മേക്കപ്പ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. അതായത് ഒരു കമ്പ്യൂട്ടർ വർക്ക് ബേസിക്കായിട്ട് ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും ഒരു പ്രോസസ്സറിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് വരുന്ന സാധനം പറഞ്ഞ പേരാണ് എന്ത് CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ CPU പെർഫോംസ് ബേസിക് അരിത്തമെറ്റിക് ലോജിക് കൺട്രോളിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ സ്പെസിഫൈഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. CPUവിൻ്റെ ബേസിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് നടത്തും, ലോജിക് കണ്ടീഷൻസ് നടത്തും, കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിലുള്ള സോഫ്റ്റ്വെയർസിനൊക്കെ കൺട്രോൾ ചെയ്യുക, അതേപോലെ നമ്മളെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയർസിനെ കൺട്രോൾ ചെയ്യുക, അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേയിലോട്ടും സ്പീക്കറിലോട്ടും കീബോർഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനൊക്കെ എന്ത് ചെയ്യുന്നത് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത് ആരാണ് CPU ആണ്. ദ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി യൂസ്ഡ് ദ ടേം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആസ് 1995 എന്ത് CPU എന്ന് പറയുന്നത് തുടങ്ങിയത്. ട്രഡീഷണലി ദ ടേം CPU refers to a processor, more specifically to its processing unit and control unit. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്പോൾ നോക്കുക. അപ്പോൾ ഇത്ര ഇതാണ് പറയണത്. അപ്പോൾ CPU എന്ന് പറഞ്ഞാൽ എന്താ കോർ ഓഫ് ദ കമ്പ്യൂട്ടറാണ് എന്ത് CPU ആണ് എന്ത് എല്ലാ കൺട്രോളും കാര്യങ്ങളും ചെയ്യലിന്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് എന്ത് CPU, അതിൻ്റെ ഉൾഭാഗമാണ് എന്ത് പുറത്തുള്ളത്. അതിലാണ് കുറേ സർക്യൂട്ടും കാര്യങ്ങളും കണ്ടത്. സർക്യൂട്ടുണ്ട്, കുറേ ഡയഗ്രാംസ്, കുറേ വയേഴ്സൊക്കെ അങ്ങോട്ട് കണക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൽ ഓരോ ചിപ്പ് സെറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് എന്ത് CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നോക്കുന്നത് CPU ഓഫ്റ്റൻ റിഫേർഡ് ടു ആസ് ദ ബ്രെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞത് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞത് എന്താണ് CPU ആണ്. ഹവർ ഇറ്റ് ഇസ് അപ്രോപ്രിയേറ്റ് ടു റെഫർ സോഫ്റ്റ്വെയർ ബ്രെയിൻ. CPU ഹാസ് എ വെരി efficient calculator ഉണ്ട്. CPUs really numbers, but if it want to software it would know how to do anything else. അതായത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU എന്താണ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടറാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും CPU ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം. അതില്ലാണ്ട് എന്തില്ല ഓട്ടോമാറ്റിക്കായിട്ട് എന്തില്ല വർക്കാവില്ല. Many new computers users may improperly call their computer and sometimes they monitor the CPU when referring to their computer to them either as a computer monitor CPU chip inside the computer. അതൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക നോക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU എന്തൊക്കെ ഉണ്ടെന്നുള്ള നമ്മൾ പഠിക്കാൻ പോകണം. അതാണ് കുറച്ചും കൂടി കാര്യമായിട്ടുള്ളത്. CPUവിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. അതായത് ഇതാണ് പഴയ ഒരു ഇൻറ്റൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, പെൻറ്റിയം പ്രൊസസ്സർ ഇതാണ്. ഇപ്പോൾ പെൻറ്റിയല്ലേ i3 ഒക്കെ ഇറങ്ങി. അപ്പോൾ ഇതാണ് എന്ത് മെയിൻ പാർട്ട് CPUവിൻ്റെ മെയിൻ മദർ ബോർഡിലുള്ളൊരു സോക്കറ്റാണ് എന്ത് പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇപ്പോൾ എന്ത് പിക്ചർസ് ബിലോ ഇസ് എൻ example of what the top and bottom of an Intel Pentium processor may look. The processor is a place secured into a compatible CPU socket found on the motherboard. അത് മദർ ബോർഡിലുള്ള ഒരു സോക്കറ്റാണ് എന്ത് പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രൊസസ്സറാണ് എന്ത് എല്ലാ കാര്യങ്ങളും
കൂളായിട്ടും അതുപോലെ കീപ്പ് ദം കൂൾ ആൻഡ് റണ്ണിങ് സ്മൂത്തിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് പ്രൊസസ്സറാണ് എന്ത് സി പി യുവിൻ്റെ മെയിൻ പാർട്ട്. അടുത്തത് വാട്ട് ഡസ് സി പി യു ഡു, എന്താണ് ഒരു സി പി യു ചെയ്യണമെന്ന്. അയ്യോ സോറി, ഇതാണ് ഇപ്പോൾ ഒരു എന്താ ഞാൻ ഇപ്പോൾ നേരത്തെ സ്ലൈഡ് ചേഞ്ച് ചെയ്യാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇതാണ് എന്ത് ഒരു പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതാണ് എന്ത് സി പി യുവിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ പ്രൊസസ്സർ ഉണ്ടാവില്ല, മദർ ബോർഡിൽ എന്തുണ്ട് ഒരു സോക്കറ്റ് ഉണ്ട്, ആ സോക്കറ്റിലായിരിക്കും എന്ത് പ്രൊസസ്സർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ പ്രൊസസ്സർ കാരണമാണ് നമ്മളെ കമ്പ്യൂട്ടർ നോർമൽ അല്ലെങ്കിൽ കൂളായിട്ട് എന്ത് ചെയ്തിരുന്നത് വർക്ക് ചെയ്ത് പോകുന്നത്. ഇനി ജസ്റ്റ് നോക്കുക, വാട്ട് ഡസ് ദ സി പി യു ഡു, എന്താണ് സി പി യു. സി പി യു മെയിൻ ഫംഗ്ഷൻ ഇസ് ടേക്ക് ഇൻപുട്ട് ഫ്രം പെരിഫറൽ, അതായത് ഇൻപുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഔട്ട്പുട്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ മോണിറ്ററിലോട്ട് കൊടുക്കും. കീബോർഡിൽ നിന്ന് ഡാറ്റാസ് എടുത്തിട്ട് മോണിറ്ററിൽ കാണും. ഇതാണ് എന്തൊരു കമ്പ്യൂട്ടർ ചെയ്യൽ. സി പി യു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി യു ഫസ്റ്റത്തെ പ്രൊസസ്സറാണ് എന്ത് ഇൻ്റൽ ഇറക്കിയ 4004 എന്നുള്ള പ്രൊസസ്സർ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇൻ്റൽ തന്നെ ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള i7 ആണ്. അപ്പോൾ കുറേ 404 ഉണ്ട്, 8086 ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോസസ്സർ ഇറക്കിയിട്ടുണ്ട്. ഇൻ്റൽ എന്നുള്ള കമ്പനി ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഇറക്കിയത് ഇതാണ്, ഏത് 4004 പ്രോസസ്സർ. താഴെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മെയിനായിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ജസ്റ്റ് സി പി യു എന്താണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മെയിൻ കമ്പോണൻസ് ഓഫ് സി പി യു ആണ്. ഒരു സി പി യുവിൻ്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്. there are three primary components ഉണ്ട്. ഒന്ന് ALU എന്നുള്ളൊരു പാർട്ട്, അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. രണ്ടാമത്തത് കൺട്രോൾ യൂണിറ്റ്. മൂന്നാമത്തെ മെമ്മറി യൂണിറ്റ്. അപ്പോൾ ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാത്തമാറ്റിക്കലും ലോജിക്കലും ഡിസിഷൻസൊക്കെ എടുക്കുന്ന ഇത് ചെയ്യുന്നത് ആരാണ്, ALU സെക്ഷനാണ്. 3 സെക്ഷനാണ് ALU. അത് നിങ്ങൾക്ക് അടുത്ത ഇമേജിൽ മനസ്സിലാവും. ഒരു മിനിറ്റ്, ഇമേജ് കാണണ്ട, ഇവിടെ ഒരു ഇമേജ് കണ്ടില്ലേ നിങ്ങൾ. സി പി യു എന്ന് പറഞ്ഞാൽ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ഉള്ളത്. ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രണ്ടാമത് കൺട്രോൾ യൂണിറ്റ്, മൂന്നാമത് മെമ്മറി യൂണിറ്റ്. പിന്നെ ഇൻപുട്ട് വരുന്നതും പിന്നെ സി പി യുവിൽ നിന്ന് ഔട്ട്പുട്ട് പോകുന്നതും. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, ലോജിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഓപ്പറേഷൻസൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ALU എന്നുള്ളത്. അതിന് ഫുൾ ഫോം എന്താ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. രണ്ടാമത്തെ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് എക്സ്ട്രാക്ട് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ആൻഡ് ഡിക്കോഡ്സ് ആൻഡ് എക്സിക്യൂട്ട് ദം കോളിംഗ് ഓൺ ദ ALU when necessary. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്ത് ഇപ്പോൾ അതായത് പ്രൊസസ്സറിൽ നിന്ന് വരുന്ന മെമ്മറിയിൽ നിന്നും പ്രൊസസ്സറിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട്, ഇപ്പോൾ പ്രിൻ്ററിൽ കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ പ്രിൻ്ററിൽ കൊടുക്കുക, മോണിറ്ററിൽ കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ മോണിറ്ററിൽ കൊടുക്കുക, പെൻഡ്രൈവിൽ കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ പെൻഡ്രൈവിൽ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ത് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ത് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ALUവിൽ എന്ത് കൺട്രോൾ യൂണിറ്റിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ALU എന്ത് ചെയ്യും, കോൾ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. പിന്നെ മൂന്നാമത് വരുന്ന സെക്ഷനാണിത് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസും ഡാറ്റാസും അതേപോലെ എന്തെങ്കിലും റിസൾട്ടും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് എന്ത് മെമ്മറി യൂണിറ്റ്. അപ്പോൾ സി പി യുവിൻ്റെ കമ്പോണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് മൂന്നെണ്ണമാണ്. ഒന്ന് ALU, അതെന്താ വെച്ച് കഴിഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ കൺട്രോൾ, ഇപ്പോൾ എന്തെങ്കിലും ഔട്ട്പുട്ട് ഡിസ്പ്ലേക്ക് കൊടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പ്രിൻ്റർ, അല്ലെങ്കിൽ സ്കാനറിൽ നിന്ന് എടുക്കണം, അങ്ങനെ എല്ലാ കൺട്രോളും കാര്യങ്ങളും ചെയ്യുന്ന യൂണിറ്റാണ് എന്ത് കൺട്രോൾ യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസാണ് എന്ത് മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പിക്ചറാണ് എന്ത് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സി പി യുവിൻ്റെ 3 സെക്ഷനാണ് ഇത്. 3 സെക്ഷൻ തമ്മിൽ ഇൻ്റർ കണക്ഷൻ ഉണ്ട്. മെമ്മറി യൂണിറ്റിൽ എന്ത് കൺട്രോൾ യൂണിറ്റിൽ കണക്ഷൻ ഉണ്ട്. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് എന്തുണ്ട് അരിത്തമെറ്റിക് ലോജിക്. അപ്പോൾ 3 തമ്മിൽ എന്തുണ്ട് ഇൻ്റർ കണക്ഷൻ ഉണ്ട്. അതേപോലെ ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ എന്താണ് സി പി യുയിലോട്ട് വരുന്നത്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സി പി യുന്ന് ഡാറ്റ എടുത്തിട്ട് യൂസറിന് കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അരിത്തമെറ്റിക് സബ്സെക്ഷൻസ് ഓൺലി, അരിത്തമെറ്റിക് ലോജിക് സെക്ഷൻ. ALUവിൽ എന്താണ് രണ്ട് സെക്ഷൻ ഉണ്ട്. ഒന്ന് അരിത്തമെറ്റിക്കും 2 ലോജിക്കും. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് അരിത്തമെറ്റിക് സെക്ഷൻ ഇസ് പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ. അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് എന്ത്
അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, കോംപ്ലക്സ് ഓപ്പറേഷൻ, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ മാത്സൊക്കെ വലിയ വലിയ ഹെവി ഹെവി മാത്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സെക്ഷനാണ് അരിത്തമെറ്റിക് സെക്ഷൻ. രണ്ടാമത്തെ ലോജിക് സെക്ഷൻ. ലോജിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതായത് കമ്പയറിങ്, സെലക്ട് ചെയ്യുക, മാച്ച് ചെയ്യുക, മെർജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സെക്ഷനാണ് ലോജിക് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തതായിട്ട് നോക്കുന്നത് കൺട്രോൾ യൂണിറ്റ്. The unit controls the operation of all parts of the computer but does not carry out any actual data processing operator. കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺട്രോളും ചെയ്യും, പക്ഷേ ഡാറ്റ എന്ത് ചെയ്യില്ല, പ്രോസസ്സ് ചെയ്യില്ല. ഫങ്ഷൻ ഓഫ് ദിസ് യൂണിറ്റ് ആർ, ഈ ഫങ്ഷൻ്റെ it is responsible for controlling the transfer of data and instructions among other units of computer. അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും അതുപോലെ എന്താണ് അതർ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ വേറെ യൂണിറ്റ്സ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോണിറ്റർ, കീബോർഡ്, മൗസ്, അതുപോലെ സ്കാനർ, പ്രിൻ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടോട്ടൽ കൺട്രോൾ അതാണ് കൺട്രോൾ യൂണിറ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇറ്റ് മാനേജ് ആൻഡ് കോർഡിനേറ്റ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. അതായത് ഇപ്പോൾ നമ്മൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്കാനർ, സ്പീക്കർ, ഇതൊക്കെ എന്ത് ചെയ്യും, മാനേജ് ചെയ്യും, അതുപോലെ കോർഡിനേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ സ്പീക്കറിലോട്ട് സൗണ്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും എന്ത് ചെയ്യും, ആ സൗണ്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്യും സ്പീക്കറിൽ കൊണ്ടുവയ്ക്കൽ. ഇപ്പോൾ സ്കാനറിൽ നിന്ന് ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും സ്കാനറിൽ പോകും, ആ സ്കാനറിൽ നിന്ന് ആ ഡാറ്റ എടുത്തിട്ട് എഐയിലോട്ട് കൊടുക്കും. മനസ്സിലായ? മൂന്നാമത് പറഞ്ഞു ടു ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി, ഇൻ്റർപ്രിറ്റ്സ് ദം ആൻഡ് ഡയറക്റ്റ് ദ ഓപ്പറേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ. മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും, ഇറ്റ് ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടും, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ് ദ ഓപ്പറേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ചെയ്തിട്ട് എവിടെയാണോ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ കൊടുക്കേണ്ടത് ആ ഭാഗത്ത് എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് എത്തിക്കും. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഓർ റിസൾട്ട്സ് ഫ്രം സ്റ്റോറേജ്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനായിട്ട് എന്തുണ്ട് കണ്ടോ, ഈ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും എന്ത് ചെയ്യല്ലേ, മെയിൻറ്റെയിൻ ചെയ്യല്. അതായത് ഇപ്പോൾ കീബോർഡിൽ നിന്ന് ഒരു ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് ഇത് ചെയ്ത് വർക്ക് ചെയ്തിട്ട് എന്താ ഔട്ട്പുട്ടായിട്ട് സ്ക്രീനിലോട്ട് എത്തിക്കണത് എന്തായിരിക്കും, ഈ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ഇത് ഡസ് നോട്ട് പ്രോസസ് ഓർ സ്റ്റോർ ഡാറ്റ. എന്ത് ചെയ്യില്ല, ഡാറ്റനെ പ്രോസസ്സ് അല്ലെങ്കിൽ ഡാറ്റമ വർക്ക് ചെയ്യേ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാമെന്ന് എന്തില്ല, കൺട്രോൾ യൂണിറ്റില്ല. കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യും, അവിടെ നിന്ന് എടുത്ത് വെക്കുക, ഇവിടെ നിന്ന് അവിടെ അങ്ങോട്ട് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ സി പി യു ആണ് മെയിൻ പാർട്ട്. അപ്പോൾ സി പി യുവിനെ കണക്ട് ചെയ്തിട്ട് ഉണ്ടാവും ഒരു ഡിസ്പ്ലേ ഉണ്ടാവും, ഒരു കീബോർഡ് ഉണ്ടാവും, ഒരു മൗസ് ഉണ്ടാവും, ഇത് ഈ ബേസ് കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കീബോർഡിൻ്റെയും മൗസിൻ്റെയും മോണിറ്ററിൻ്റെ ഒക്കെ കൺട്രോൾ ആരുടെ കയ്യിലിരിക്കും, അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സെക്ഷനാണ് എന്ത്, കൺട്രോൾ യൂണിറ്റ് എന്നിട്ട്. അടുത്തത് മെമ്മറി ഓർ സ്റ്റോറേജ് യൂണിറ്റ്. This unit can store instructions, data, intermediate results. This unit supplies information to other units of the computer when needed. It is also known as internal storage unit or the main memory or the primary storage or random access memory. അതായത് ഒന്നില്ലെങ്കിൽ ഈ സെക്ഷൻ മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ, അതൊക്കെയാണ് എന്ത് മെമ്മറി യൂണിറ്റിൻ്റെ വർക്ക്. ദിസ് യൂണിറ്റ് സപ്ലൈസ് ഇൻഫോർമേഷൻ ടു അതർ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ വെൻ നീഡഡ്. അതായത് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞുതരാം എന്തെന്ന്. ഇപ്പോൾ നമ്മൾ സ്കാനറിൽ നിന്ന് എന്ത് ചെയ്ത് ഒരു ഇമേജ് സ്കാൻ ചെയ്ത്, ആ സ്കാൻ ചെയ്ത ഇമേജ് നമ്മൾ എന്തൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത്, ആ സ്റ്റോർ ചെയ്ത സാധനം നേരെ പ്രിൻ്ററിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് സ്റ്റോറേജ് യൂണിറ്റ് ചെയ്യൽ. എന്താണ്, സ്കാനറിൽ നിന്ന് ഇമേജ് എടുത്ത് സ്കാൻ ചെയ്ത് എന്നിട്ട് എന്ത് വേറൊരു യൂണിറ്റാണ്, അപ്പോൾ എന്താ ആ യൂണിറ്റിലേക്ക് എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യല്, മെമ്മറി യൂണിറ്റ് ചെയ്യൽ. ഇത് ഓൾസോ നോൺ ആസ് ഇൻറ്റേർണൽ സ്റ്റോറേജ് യൂണിറ്റ്. ഈ മെമ്മറി യൂണിറ്റിന് ഓൾറെഡി പറഞ്ഞ പേരാണ് ഇൻറ്റേർണൽ സ്റ്റോറേജ് യൂണിറ്റ്, അല്ലെങ്കിൽ മെയിൻ മെമ്മറി, അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജ്, റാം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് സൈസ് എഫക്റ്റ് സ്പീഡ്. അതായത് മെമ്മറീൻ്റെ സൈസ് എന്ത് ചെയ്യും, സ്പീഡിനെ എഫക്റ്റ് ചെയ്യും. സൈസ് കൂടുന്നതോറും എന്ത് ചെയ്യും, സ്പീഡും കൂടും, പവറും കൂടും, ക്യാപ്പബിലിറ്റി കൂടും. പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡ് മെമ്മറി ആർ ടു ടൈപ്സ് ഓഫ് ദ മെമ്മറീസ് ഇൻ ദ കമ്പ്യൂട്ടർ. അതായത് രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറീസ് ഇത് ഈ മെമ്മറി യൂണിറ്റിലുണ്ട്. ഒന്ന് പ്രൈമറി മെമ്മറി, ഒന്ന് സെക്കൻഡ് മെമ്മറി. ഫങ്ഷൻസ് ഓഫ് ദ മെമ്മറി യൂണിറ്റ്. എന്താണ് മെമ്മറി യൂണിറ്റിൻ്റെ ഫങ്ഷൻസ്, വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റോർസ് ഓൾ ദ ഡാറ്റ ദ ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ഫോർ പ്രോസസ്സിങ്. അതായത് സി പി യു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടിയുള്ള എല്ലാ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യും,
മെമ്മറി യൂണിറ്റിൽ സേവ് ചെയ്ത് വെക്കും. ഇറ്റ് സ്റ്റോർ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഫോർ പ്രോസസ്സിങ്. ഇപ്പോൾ ഒരു പ്രോസസ്സ് നടക്കണം അല്ലെങ്കിൽ ഒരു വർക്ക് നടക്കുന്നുണ്ട്, ആ വർക്കിൻ്റെ ഇടയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എവിടെ സ്റ്റോർ ചെയ്യും, മെമ്മറി യൂണിറ്റിൽ സ്റ്റോർ ചെയ്യും. ഇറ്റ് സ്റ്റോർ ദ ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിങ് ബിഫോർ ദീസ് റിസൾട്ട്സ് ആർ റിലീസ്ഡ് ടു ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് ഔട്ട്പുട്ട് ഡിവൈസ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടാവില്ലേ, പക്ഷെ ആ വീഡിയോ ശരിക്കും എന്താണ് മെമ്മറിയിലുള്ളത്. അപ്പോൾ ആ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും, ആ ഏത് ഔട്ട്പുട്ട് ഡിവൈസിലാണ് എത്തിക്കേണ്ടത്, ആ ഔട്ട്പുട്ട് ഡിവൈസിലിട്ട് എന്ത് ചെയ്യും, മെമ്മറി യൂണിറ്റിൽ നിന്ന് എത്തിക്കും. ഓൾ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ മെയിൻ മെമ്മറി കൂടെയാണ് എന്ത് എല്ലാ ഇൻപുട്ട്സ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യും, ഒരു സ്കാനറിൽ നിന്ന് ഒരു ഇമേജ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, മെയിൻ മെമ്മറി പോയി സേവ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, അത് പ്രിൻ്ററിലേക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ആ മെയിൻ മെമ്മറിയിൽ നിന്നായിരിക്കും എന്ത് ചെയ്യൽ, പ്രിൻ്ററിലേക്ക് കൊടുക്കൽ. മനസ്സിലായോ? അപ്പോൾ അതാണ് എന്ത് മെമ്മറി യൂണിറ്റിൻ്റെ വർക്ക്. അടുത്ത കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസ്. എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് നൽകുന്ന ഡാറ്റാസ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് എന്ത്, ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇൻ കമ്പ്യൂട്ടിംഗ് ആൻ ഇൻപുട്ട് ഡിവൈസ് ഈസ് എ പീസ് ഓഫ് എക്യുപ്മെൻറ്റ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഡാറ്റ ആൻഡ് കൺട്രോൾ സിഗ്നൽസ് to an information processing system such as a computer or information appliance. Examples input device. അപ്പോൾ ഇതാണ് ഞാൻ ബേസിട്ട് എന്താ പറഞ്ഞത്, അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കുന്ന ഡിവൈസസ് ആണ് എന്ത്, ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ മോഡാലിറ്റി ഓഫ് ഇൻപുട്ട്. അതായത് ഏത് രീതിയിലാണ് കൊടുക്കുന്നത്, മെക്കാനിക്കൽ മോഷൻ ആവാം, ഓഡിയോ വിഷ്വൽ എക്സെട്ര. അതായത് ഇൻപുട്ട് ഇസ് ഡിസ്ക്രീറ്റ്, അതായത് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുക. എക്സാമ്പിളായിട്ട് മൗസിൻ്റെ പൊസിഷൻ, ഇപ്പോൾ നമ്മൾ ഉണ്ടാവും ഒരു സ്ഥലത്ത് മൗസിൻ്റെ പൊസിഷൻ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻവോൾവ്, അതായത് പോലെ അറേ ആണെങ്കിൽ 2 ഡയമെൻഷണൽ മൈസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൂന്ന് ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാറ്റഗറീസ് ഒന്ന് നോക്കുക. ഏതൊക്കെയാണ് ഇനി ഇൻപുട്ട് ഡിവൈസസ് നോക്കുക. കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, ട്രാക്ക് ബോൾ, സ്കാനർ, ഗ്രാഫിക് ടാബ്ലറ്റ്, മൈക്രോഫോൺ, മാഗ്നറ്റിക് ഇങ്ക് റീഡർ, അങ്ങനെ ഒരുപാട് എന്തുണ്ട്, ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഡാറ്റ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാമെന്നാണ്, അല്ലാണ്ട് കമ്പ്യൂട്ടറിൽ സ്വീകരിക്കാനല്ല. ഡാറ്റ എന്ത് ചെയ്യാനാണ്, കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക, ഓരോന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് വണ് കീബോർഡ്. കീബോർഡ് കാരണം നോർമലി എല്ലാവർക്കും പോപ്പുലറാണ്, ഏറ്റവും പോപ്പുലർ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നത് കീബോർഡ്. കീബോർഡ് ഇസ് എ മോസ്റ്റ് കോമൺ ആൻഡ് വെരി പോപ്പുലർ ഇൻപുട്ട് ഡിവൈസ് വിച്ച് ഹെൽപ്സ് ടു ഇൻപുട്ട് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ. എന്താണ് കീബോർഡ്, എന്താണ് പോപ്പുലർ ആയിട്ടുള്ളൊരു ഇൻപുട്ട് ഡിവൈസാണ്. ഡാറ്റ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദ ലേ ഓഫ് ദ കീബോർഡ് ഇസ് ലൈക്ക് ദ ട്രഡീഷണൽ ടൈപ്പ് റൈറ്റർ പോലെയാണ് എന്ത്, അതിൻ്റെ ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. There are two size there are അപ്പോൾ എന്താണ് ടു സൈസ് 84 കീസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് പറയാണ്. കീബോർഡ് ആർ 2 സൈസ് ഓഫ് 84 കീസ് ആൻഡ് 2 ടൈപ്പ് ഉണ്ട്. എന്താണ് 2 സൈസിലുണ്ട്, 84 കീ ഉള്ളതുകൊണ്ട് 102 കീ ഉള്ളതുണ്ട്. ബട്ട് നൗ കീബോർഡ് വിത്ത് 104 കീസ് ആർ ടു 104 വിൻഡോസ് ആൻഡ് ഇൻ്റർനെറ്റ്. അങ്ങനെ ഓരോ ഷോർട്ട് കീ വന്നതിനെ കുറിച്ച് പറയണം. അപ്പോൾ ജസ്റ്റ് കീബോർഡിൻ്റെ നോക്കുക. ടൈപ്പിംഗ് കീസ് ഇതെന്താണ്, A to Z അല്ലെങ്കിൽ 0 to 9 വരെ ഉള്ളത്. ന്യൂമറിക് കീബോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യൂസ്ഡ് ടു ന്യൂമറിക് ഡാറ്റ ഓർ കേഴ്സർ മൂവ്മെൻറ്റ്. ജനറേറ്റ് കൺസിസ്റ്റ് ഓഫ് 17 കീസ്. ന്യൂമറിക് അതായത് കീബോർഡിനെ സെക്ഷനാക്കി തിരിച്ചിരിക്കണം. ഒന്ന് കൺട്രോൾ കീ, അതായത് ഇൻസേർട്ട്, ഡിലീറ്റ്, പേജ് അപ്പ്, പേജ് ഇടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സ്പെഷ്യൽ പർപ്പസ് കീ എന്ന് പറഞ്ഞാൽ ടാബ്, സ്പേസ് ബാർ, പ്രിൻറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ക്യാപ്സ് ലോക്ക്, ഇതൊക്കെയാണ് എന്ത് സ്പെഷ്യൽ പർപ്പസ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടൈപ്പിംഗ് കീസ് ഏതൊക്കെയാണ്, ടൈപ്പ് ചെയ്യാൻ വേണ്ടി A to Z മുതൽ 0 to 9 വരെ. ന്യൂമറിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ കണ്ടിട്ടില്ലേ, എന്ത് 0 to അത് വരെ, അങ്ങനെ ഇത് സ്റ്റാറും സ്ലാഷും ഒക്കെ ഉള്ളത്. കൺട്രോൾ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രോൾ നടത്താൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയാണ് ഹോം, എൻഡ്, ഇൻസേർട്ട്, ഡിലീറ്റ്, പേജ് അപ്പ്, പേജ് ഡൗൺ ഒക്കെ യൂസ് ചെയ്യണം. പിന്നെ സ്പെഷ്യൽ പർപ്പസ് കീസ്. അപ്പോൾ ഇതാണ് കീബോർഡ്. ഇനി അടുത്തതാണ് എന്ത്, സോറി അത് സ്ലൈഡ് നോക്കിയില്ല, ജസ്റ്റ് നോക്കിക്കോ. ടൈപ്പിംഗ് കീസ് എന്താണ്, ന്യൂമറിക് കീസ് എന്താണ്, ഫങ്ഷൻ കീസ് എന്താണ്, കൺട്രോൾ കീസ്, സ്പെഷ്യൽ പർപ്പസ് കീസ്. അടുത്ത് വരുന്നത് കീബോർഡ്. മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്.
മൗസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ പോയിന്റിംഗ് ഡിവൈസ്. അതായത് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് എന്ത്, മൗസ് തന്നെ ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. ഇറ്റ് ഈസ് വെരി ഫേമസ് കേഴ്സർ കൺട്രോൾ ഡിവൈസ് ഹാവിങ് സ്മോൾ പാം സൈസ് ബോക്സ് വിത്ത് എ റൗണ്ട് ബോൾ ഇറ്റ് സ്പേസ്. അത് മൗസിനെ കുറിച്ച് പറയുകയാണ്. എന്താണ്, ഒരു കേഴ്സർ കൺട്രോൾ ഡിവൈസ് ആണ്. പാം സൈസ് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സൈസ് ബോക്സ് ആയിരിക്കും വിത്ത് റൗണ്ട് ബോൾ അറ്റ് സ്പേസ്. ഒരു താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മാറിയിരിക്കുന്നത്, പഴയതാണെങ്കിൽ അവിടെ ഒരു ബോൾ ഉണ്ടാവും. ആ ബോളിനനുസരിച്ചിട്ടാണ് നീങ്ങൽ. ഇപ്പോൾ മാറിയിട്ട് എന്താണ്, ഇപ്പോൾ റെഡ് ലൈറ്റ് ആയിരിക്കും, ഇൻഫ്രാറെഡ് ആയിരിക്കും ഉണ്ടാവും. ആ ഇൻഫ്രാറെഡ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് മൂവ് ചെയ്യല്. അപ്പോൾ അതാണ് പറഞ്ഞത്. ജനറലി ഇറ്റ് ഹാസ് ടു ബട്ടൺസ് കോൾഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺ. ഒരു വീൽ ഉണ്ടാവും, അതായത് ഒരു എന്താണ് ലെഫ്റ്റും റൈറ്റും രണ്ട് ബട്ടൺ ഉണ്ടാവും, സെൻറ്ററിൽ ഒരു വീൽ ഉണ്ടാവും. എ മൗസ് ക്യാൻ ബി യൂസ് ടു കൺട്രോൾ ദ പൊസിഷൻ ഓഫ് ദ കേഴ്സർ ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ നമ്മൾ ഇങ്ങനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യല്, മൗസ് യൂസ് ചെയ്യല്. അഡ്വാൻറ്റേജസ്: ഈസി ടു യൂസ്, നോട്ട് വെരി എക്സ്പെൻസീവ്, മൂവ് ദ കേഴ്സർ ഫാസ്റ്റർ ദാൻ ദ ആരോ കീ ഓഫ് ദ കീബോർഡ്. കീബോർഡിലുള്ള ആരോ കീനെക്കാട്ടും സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൗസ് ഫ്രീ ആണ്, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോയി പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എന്ത്, മൗസ് എന്നുള്ളത്. അടുത്തത് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് നിങ്ങളൊരു ആൾക്കാർ കണ്ടിട്ടുണ്ടോ, ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് ഇസ് അതും എന്താണ്, പോയിന്റിംഗ് ഡിവൈസ് തന്നെയാണ്. വിച്ച് ഇസ് യൂസ് ടു മൂവ് ദ കേഴ്സർ പൊസിഷൻ ഓൺ എ മോണിറ്റർ സ്ക്രീൻ. ഒരു മോണിറ്റർ സ്ക്രീനിലെ പൊസിഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റിക്ക് ഹാവിങ് spherical ball and is to both lower and upper ends. Its lower spherical ball moves in a socket. അതായത് ജോയ്സ്റ്റിക്കും മൗസും ഏകദേശം അതുപോലെ തന്നെ പോയിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ് ആണ് എന്ത്, ജോയ്സ്റ്റിക്കും മൗസും. ജോയ്സ്റ്റിക്കിനനുസരിച്ച് 4 ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് എന്താ ആക്കാം. അപ്പോൾ പിന്നെ ഫംഗ്ഷൻ ഓഫ് ജോയ്സ്റ്റിക്ക് സിമിലർ ടു ദാറ്റ് ഓഫ് മൗസ് പോലത്തെ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് എന്ത്, ജോയ്സ്റ്റിക്കിനുള്ളത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ആൻഡ് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിം. അതായത് CAD ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഗെയിം കളിക്കാനും വേണ്ടിയിട്ടാണ് ജോയ്സ്റ്റിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ലൈറ്റ് പെൻ. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യും, ലൈറ്റ് പെൻ ഈസ് എ പോയിന്റിംഗ് ഡിവൈസ് സിമിലർ ടു എ പെൻ. പെന്ന് പോലെ തന്നെയാണ്. ഇറ്റ് യൂസ്ഡ് ടു സെലക്ട് ഡിസ്പ്ലേഡ് മെനു ഐറ്റംസ് ഫോർ ഡ്രോ പിക്ചേഴ്സ് ഓൺ മോണിറ്റർ സ്ക്രീൻ. നമ്മൾ എന്ത് ചെയ്യുക, അത് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന കാര്യം എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, മോണിറ്റർ സ്ക്രീനിൽ തെളിയും. ഇത് കാണാൻ നിങ്ങൾ പോലീസുകാർ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ജസ്റ്റ് എന്ത് നമ്മളെ രൂപരേഖയൊക്കെ വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യണം. ഇത് കൺസിസ്റ്റ് ഓഫ് എ ഫോട്ടോ സെൽ ആൻഡ് ഒപ്റ്റിക്കൽ സിസ്റ്റം പ്ലേസ്ഡ് ഇൻ എ സ്മോൾ ട്യൂബ്. എന്നൊരു ഫോട്ടോ സെല്ലും ഉണ്ട്, അതിൻ്റെ ഒപ്റ്റിക്കലാണ്, ഒരു ചെറിയ ട്യൂബിൽ എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ദ ടിപ്പ് ഓഫ് ദ ലൈറ്റ് പെൻ ഈസ് മൂവ്ഡ് ഓവർ ദ മോണിറ്റർ സ്ക്രീൻ ആൻഡ് ദ പെൻ ബട്ടൺ ഇസ് പ്രസ്ഡ് ഇത് ഫോട്ടോ സെൽ സെൻസിങ് എലമെൻറ്റ്. അതായത് ജസ്റ്റ് സ്ക്രീൻ വരക്കണത് സ്ക്രീനിൽ കാണാൻ നമ്മളെന്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എന്താവും, സ്ക്രീനിലോട്ട് പാസ് ചെയ്യും, അല്ലെങ്കിൽ CPU പാസ് ചെയ്യും. അടുത്ത ട്രാക്ക് ബോൾ. Trackball is an input device that is mostly used in notebook, lab or laptop computer instead of mouse. മൗസിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതായത് നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും, ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലെന്തുണ്ടാവും, ഒരു ട്രാക്ക് ബോൾ സിസ്റ്റം ഉണ്ടാവും അല്ലേ. അതിൽ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, മൗസ് എന്ത് ചെയ്യും, മൗസ് പോയിന്റർ എന്ത് ചെയ്യും, കേഴ്സർ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് എ ബോൾ വിച്ച് ഹാഫ് ഇൻസേർട്ടഡ് ആൻഡ് ബൈ മൂവിങ് ഫിംഗേഴ്സ് ഓൺ ദ ബോൾ ദ പോയിന്റർ ക്യാൻ ബി മൂവ്ഡ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നീക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. സിൻസ് ദ ബോൾ ഡിവൈസ് ഇസ് നോട്ട് മൂവ്ഡ്, എ ട്രാക്ക് ബോൾ റിക്വയർസ് ലെസ് സ്പേസ് ദാൻ എ മൗസ്. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസ് യൂസ് ചെയ്യുന്ന അത്ര ഇത് വേണ്ട എന്ത്, ട്രാക്ക് ബോളിനുള്ള സ്പേസ്. ട്രാക്ക് ബോൾ കംസ് ഇൻ വേരിയസ് ഷേപ്സ് ലൈക്ക് ബോൾ, ബട്ടൺ ഓർ എ സ്ക്വയർ. അതായത് ഈ ട്രാക്ക് ബോൾ എന്നുള്ള എന്തുണ്ട്, പല ഷേപ്പിലും വരുന്നുണ്ട്. ബോളായിട്ട് വരുന്നുണ്ട്, ബട്ടണായിട്ട് വരുന്നുണ്ട്, അതുപോലെ സ്ക്വയർ. നമ്മൾ ലാപ്ടോപ്പിലധികം സ്ക്വയറായിട്ട് കണ്ടിട്ടുണ്ടാവുക. അടുത്തത് സ്കാനർ. സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്താ വെച്ചാൽ വർക്ക്സ് മോർ ഫോർ ലൈക്ക് ഫോട്ടോ കോപ്പി മെഷീൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്കാനറും ചെയ്യുന്നത്. ഇറ്റ് യൂസർ വെൻ സം ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ ഇൻ പേപ്പർ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജൊക്കെ നിങ്ങൾ സ്കാൻ ചെയ്തിട്ടുണ്ടാവില്ലേ,
അപ്പോൾ എന്താണ്, ഒരു ഇമേജോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് കമ്പ്യൂട്ടറിലോട്ടൊക്കെ വേണമെങ്കിൽ ഒരു പേപ്പറിലുള്ള കാര്യം നമുക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം എന്ത്, സ്കാനർ. നമ്മളെന്ത് ജസ്റ്റ് സ്കാനറിൽ വെച്ചിട്ട് ആ പേപ്പർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ അങ്ങനെ തന്നെ എന്ത് ഇമേജ് ആയിട്ട് എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിലോട്ട് വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രിൻറ്റും കൊടുക്കാം. അപ്പോൾ അതാണ് സ്കാനർ. അടുത്ത ഡിജിറ്റൈസർ. അടുത്താണ് എന്ത്, ഡിജിറ്റൈസർ. ഡിജിറ്റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൈസർ ഇസ് എൻ ഇൻപുട്ട് ഡിവൈസ് വിച്ച് കൺവേർട്ട്സ് അനലോഗ് ഇൻഫോർമേഷൻ ഇൻ ടു ഡിജിറ്റൽ ഫോം. ഡിജിറ്റൈസർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനലോഗ് എന്നുള്ള എന്താണ്, അനലോഗ് ഡാറ്റ കേട്ടിട്ടുണ്ടോ? എക്സാമ്പിൾ പറയാൻ ഡിജിറ്റ്സ് ഒക്കെ ആയിട്ട്, അതായത് 1 എന്നൊക്കെ ഉള്ളത് എന്താണ്, അനലോഗാണ്. അനലോഗിനെ ഡിജിറ്റലിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് ഡിജിറ്റൈസർ എന്ന് പറയുന്നത്. ഡിജിറ്റൈസർ ക്യാൻ കൺവേർട്ട് എ സിഗ്നൽ ഫ്രം ടു ദ ടെലിവിഷൻ ഓർ ക്യാമറ ഇൻ ടു എ സീരീസ് ഓഫ് നമ്പർ ദാറ്റ് കുഡ് ബി stored in computer. They can be used by the computer to create a picture of whatever the camera had been pointed at. അപ്പോൾ അതൊക്കെയാണ് ഡിജിറ്റൈസറിൻ്റെ. ദറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടാബ്ലറ്റ് ഓർ ഗ്രാഫിക്സ് ടാബ്ലറ്റ് ആസ് ഇറ്റ് കൺവേർട്സ് ഗ്രാഫിക്സ് ആൻഡ് പിക്ചോറൽ ഡാറ്റ ടു ബൈനറി ഇൻപുട്ട്. അപ്പോൾ ഡിജിറ്റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് ഇൻഫോർമേഷൻ ഡിജിറ്റൽ ഫോമിലോട്ട് മാറ്റുന്നതാണ് എന്ത്, ഡിജിറ്റൈസറിൻ്റെ വർക്ക്. അതായത് ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ വീഡിയോനെ ഇതിനൊക്കെ എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യും, ബൈനറി ഫോർമാറ്റിലോട്ട്, ഞാൻ ആദ്യം പറഞ്ഞത് കമ്പ്യൂട്ടറിനകത്തുന്ന ലാംഗ്വേജ് ഉണ്ട് ബൈനറി, അതിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ലാസ്റ്റ് പറഞ്ഞിട്ട് ഗ്രാഫിക് ടാബ്ലറ്റ് ആസ് ഡിജിറ്റൽ യൂസ് ടു ഫൈൻ വർക്ക്സ് ഫോർ ഡ്രോയിങ് ആൻഡ് ഇമേജ് മാനിപ്പുലേഷൻ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു ഗ്രാഫിക് ടാബ്ലറ്റ്, അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു വർക്ക്, ആ വർക്ക് എന്ത് ചെയ്യും, അതിനെ ഒരു ഇമേജിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എന്ത് ചെയ്യും, അത് മാറ്റിയിട്ട് ബൈനറിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യുക. അതാണ് എന്ത് ഡിജിറ്റൈസർ ചെയ്യുന്ന വർക്ക്. അടുത്ത മൈക്രോഫോൺ. മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സൗണ്ട് എന്ത് ചെയ്യാൻ ഡിജിറ്റൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നത്, മൈക്രോഫോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, നേരെ എന്താണ് ഡിജിറ്റൽ ഫോമിലോട്ട് പോകുന്നുണ്ട്. അതെന്ത് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ബൈനറി കൺവേർട്ടറിലോട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്, മൈക്രോഫോൺ. ദ മൈക്രോഫോൺ ഇസ് യൂസ്ഡ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ് സച്ച് ആസ് ആഡിങ് സൗണ്ട് ടു എ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ ഓർ ഫോർ മിക്സിംഗ് മ്യൂസിക്. മൈക്രോഫോൺ സാധാ എന്താണ്, ഒരു പ്രസൻറ്റേഷൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ, ഇപ്പോൾ ഞാൻ BPT നിങ്ങൾ മുമ്പിൽ പ്ലേ ചെയ്യുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഓഡിയോ വിടുന്നുണ്ട് അല്ലേ, അതേ സെയിം അങ്ങനത്തെ കാണാൻ എന്ത് മൈക്രോഫോണിൻ്റെ യൂസ്. മാഗ്നറ്റിക് ഇങ്ക് കാർഡ് റീഡർ, MICR എന്ന് പറയും. മാഗ്നറ്റിക് ഇങ്ക് കാർഡ് റീഡർ. മാഗ്നറ്റിക് ഈ MICR എന്നുള്ളത് എന്താ യൂസ് ബാങ്കിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് എന്ത് ചെയ്യാൻ മതി, ഈ കോഡ് നമ്പറും ചെക്ക് നമ്പറും, അതായത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. നമ്മുടെ ചെക്കിനും അതേപോലെ ചെക്കിൻ്റെ നമ്പറും ബാങ്കിൻ്റെ കോഡൊക്കെ ഓൾറെഡി ഉണ്ടാവില്ല, ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അത് അങ്ങനെ പിന്നെ ആ ചെക്ക് അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യിക്കോളും, അത് വെച്ചിട്ട് അതിനുള്ള കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യിക്കോളും, കമ്പ്യൂട്ടറിലോട്ട് റീഡ് ആയിക്കോളും. അതാണ് മാഗ്നറ്റിക് ഇങ്ക് കാർഡ് റീഡർ. നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഇങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഇങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചെക്ക് ലീഫിൽ അക്കൗണ്ട് നമ്പറും ബാങ്ക് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ MCR എന്നുള്ളതിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഇങ്ക് എന്ത് ചെയ്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്തോളും, റീഡ് ചെയ്തോളും. അടുത്തത് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാർകോഡ് ഇല്ലാത്ത ഇപ്പോൾ എല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ. ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പർ ഓഫ് ലൈൻസ് ആയിരിക്കും വിത്ത് കുറച്ച് നമ്പേഴ്സും ഉണ്ടാവും. ആ നമ്പേഴ്സ് എന്താവും, നമുക്കൊരു മെഷീൻ വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ കടയിൽ പോയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ബാർകോഡ് വെച്ച് കഴിഞ്ഞാൽ വിലയും എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ എന്ത് കാണിച്ച് ചെയ്യും. അപ്പോൾ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യണം, ആ ലൈൻസിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസാണ് എന്ത്, ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR.
OMR is a special type of scanner used to recognize the type of mark made by pen or pencil. It is used when out of a few alternatives to be selected and marked. OMR എന്ന് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് OMR യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. എന്ത് നമ്മൾ പെന്നോണ്ടോ പെൻസിലോണ്ടോ മാർക്ക് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, OMR ഷീറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് ഒരു എൻട്രൻസ് എക്സാമൊക്കെ എഴുതുമ്പോൾ ആ സമയത്ത് നോട്ട് കറുപ്പിക്കലുണ്ടാവും അല്ലേ. ആ കറുപ്പി വെച്ചിട്ട് നമ്മൾ പേപ്പർ കൊടുക്കും. പേപ്പർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് OMR മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ കറക്റ്റ് എന്ത് ചെയ്യണം, എന്തൊക്കെ മാർക്ക് ചെയ്തു എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ എക്സാമിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, OMR എന്നുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഔട്ട്പുട്ട് ഡിവൈസസ്. എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് കമ്പ്യൂട്ടറിൻ്റെ? An output device is a piece of computer hardware equipment which converts information into human readable form. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലോട്ട് എന്താക്കും, മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഔട്ട്പുട്ട് ഡിവൈസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ സ്റ്റോർ ചെയ്ത് വെച്ച കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാക്കി മാറ്റാനാണ് എന്ത് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ വർക്ക്. മെയിനായിട്ട് 3 ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ പറയുന്നത്. ഒന്നെന്താണ്, മോണിറ്റർ, ഗ്രാഫിക് പ്ലോട്ടർ, പ്രിൻ്റർ. മെയിനായിട്ട് ഇപ്പോൾ മോണിറ്ററും പ്രിൻ്ററും. ഇപ്പോൾ മോണിറ്റർ എന്താണെന്ന് നോക്കുക. മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റേഴ്സ് കോമൺലി കോൾഡ് ആസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU. അതായത് വിഷ്വൽ എന്ന് പറയുമ്പോൾ എന്തായാലും ചിത്രമാവാം, വീഡിയോ എന്താവാം, അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള യൂണിറ്റാണ് എന്ത്, മോണിറ്റർ. അതിൻ്റെ മോണിറ്ററാണത് ഒരു മെയിൻ ഔട്ട്പുട്ട് ഡിവൈസ്. കീബോർഡ് മെയിൻ ഇൻപുട്ട് ഡിവൈസ് പറഞ്ഞ പോലെ ഒരു മെയിൻ ഔട്ട്പുട്ട് ഡിവൈസാണ് എന്ത്, കമ്പ്യൂട്ടർ. ഇറ്റ് ഫോം ഇമേജസ് ഫ്രം ടൈനി ഡോട്ട്സ് കോൾഡ് പിക്സൽസ് ആൻഡ് ദാറ്റ് അറേഞ്ച്ഡ് ഇൻ എ റെക്ടാങ്കുലർ ഫോം. അതായത് ഇതൊക്കെ എന്താണ്, പിക്സൽ കണക്കിലാണ്. പിക്സൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഓരോ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിന് എന്ത് ചെയ്യും, ഫുള്ള് ഡോട്ട് ആക്കിയിട്ടെങ്കിൽ എന്ത് ചെയ്യല്, സ്റ്റോർ ചെയ്യല്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ മോണിറ്റർ എന്താണ് ഡോട്ട് ആയിട്ടാണ് പ്രസൻറ്റ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് കാണുന്ന ഒരു റെക്ടാങ്കുലർ ഫോമിൽ, അതായത് വലിയൊരു ഇപ്പോൾ സ്ക്രീൻ ആണെങ്കിൽ മൊത്തം എന്താ റെക്ടാങ്കുലർ ബോക്സാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണ് ഫുള്ള് ഡോട്ട്. അപ്പോൾ ഏതൊക്കെ ഡോട്ടിനാണോ കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യണത്, മോണിറ്റർ വർക്ക് ചെയ്യല്. ദ ഷാർപ്പ്നെസ് ഓഫ് ദ ഇമേജ് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് പിക്സൽസ്. പിക്സലിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ഇമേജിൻ്റെ ക്ലാരിറ്റി. 2 ടൈപ്പ് മോണിറ്ററാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് കാത്തോഡ് റേ ട്യൂബ്, പണ്ടത്തെ CRT മോണിറ്റർ എന്ന് പറയും. പിന്നെ ഇപ്പം നിലവിലുള്ള ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. അപ്പോൾ CRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRT ഡിസ്പ്ലേസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പിക്ചർ എലമെൻറ്റ്സ് കോൾഡ് പിക്സൽ വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, CRT ഉണ്ടാക്കി. സ്മോളർ പിക്സൽ ബെറ്റർ ദ ഇമേജ് ക്ലാരിറ്റി ഓർ റെസൊല്യൂഷൻ. അതായത് അതിൻ്റെ ഇത് കുറയുന്നതോറും ഇമേജ് ക്ലാരിറ്റിയും റെസൊല്യൂഷനും കൂടും. ഇറ്റ് ടേക്സ് മോർ ദാൻ 1 illuminated pixel to form a wall character such as letter E in the word help. അതായത് എന്താ, ഇറ്റ് ടേക്സ് മോർ ദാൻ 1 illuminated pixel. അതായത് ഒന്നിൽ കൂടുതൽ പിക്സൽസ് എടുത്തിട്ടായിരിക്കും എന്തെങ്കിലും ഓരോ ക്യാരക്ടറിനെ വരെ എന്തെങ്കിലും ഷോ ചെയ്യൽ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി ഡിസ്പ്ലേ ഓൺ സ്ക്രീൻ അറ്റ് വൺസ്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല, ദർ ആർ 2 kinds ഓഫ്, അതൊക്കെ എന്താണ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൈറ്റ്, അതായത് ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടേഴ്സിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ദ സ്ക്രീൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു സീരീസ് ഓഫ് ക്യാരക്ടർ ബോക്സസ് ഫിക്സഡ് ലൊക്കേഷൻ ഓഫ് ദ സ്ക്രീൻ വേർ സ്റ്റാൻഡേർഡ് ക്യാരക്ടർ ക്യാൻ ബി പ്ലേസ്ഡ്. അതായത് എന്താണ്, സ്ക്രീൻ ക്യാൻ ബി സീരീസ് അങ്ങനെ. ഇപ്പോൾ എന്താണ് അതിന് ഡിസഡ്വാൻറ്റേജ് എന്താണ്, സൈസ് വലുതാണ് അല്ലേ. പിന്നെന്താണ്, രണ്ടാമത് ഹൈ പവർ കൺസംഷൻ. ഒന്ന് സൈസ് നമുക്ക് എന്ത് ചെയ്യാനില്ല, ഫ്ലാറ്റ് വന്നുകൊണ്ട് CRTൻ്റെ അപേക്ഷിച്ച് എന്തിനാണ്, CRT കുറച്ച് സ്പേസ് കുറച്ച് കൂടുതലാണ്, ബാക്കിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ പവർ കൺസംഷൻ. അതെന്ത് ചെയ്യും, വോൾട്ടേജ് എന്ത് ചെയ്യും, കൂടുതൽ വലിക്കും. അടുത്ത ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ മോണിറ്റർ. അതായത് രണ്ടെണ്ണം പറഞ്ഞത്, ഒന്ന് CRT, ഒന്ന് ഫ്ലാറ്റ് പാനൽ. ഫ്ലാറ്റ് പാനൽ എന്ന് പറഞ്ഞാൽ ബാക്കിക്ക് പ്രൊജക്ഷൻ ഉണ്ടാവില്ല, എന്തായാലും സ്ക്രീൻ എന്തായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞാൽ the flat panel display refers to a class of video devices that have reduced volume, weight and power requirement in comparison to CRT. CRTനെക്കാട്ടും വോളിയം കൂടും, അതുപോലെ വെയിറ്റ് കുറയും, പിന്നെ എന്താ പവർ റിക്വയർമെൻറ്റ് എന്താണ് കുറവാണ്. യു ക്യാൻ ഹാങ് ദം, നമുക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ വാളിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഫിക്സ് ചെയ്യുക. കറൻറ്റ് യൂസ് ഓഫ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ഇൻക്ലൂഡ് കാൽക്കുലേഷൻസ്, വീഡിയോ ഗെയിം, മോണിറ്റേഴ്സ്, ലാപ്ടോപ്പ്. അതായത് മോണിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യണ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുക, വീഡിയോ ഗെയിംസിന് വേണ്ടി യൂസ് ചെയ്യുക, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യുക, ഗ്രാഫിക് ഡിസ്പ്ലേസിന് യൂസ് ചെയ്യുക. ദ ഫസ്റ്റ് പാനൽ ദ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ടു കാറ്റഗറീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എമിസീവ് ഡിസ്പ്ലേസ്. എമിസീവ് ഡിസ്പ്ലേസ് ആർ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ലൈറ്റ്. അതായത് ഇലക്ട്രിക്കൽ എനർജി എന്താക്കും, ലൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. പ്ലാസ്മ പാനൽ, LED, ഇതൊക്കെയാണ് എന്ത് എമിസീവിൽ വരുന്നത്. അതായത് എന്താണ്, ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് ചെയ്യും, ലൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. നോൺ എമിസീവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ എഫക്റ്റ് ടു കൺവേർട്ട് സൺലൈറ്റ് ഓർ ലൈറ്റ് ഫ്രം ദ സം അതർ സോഴ്സ് ഇൻ ടു ഗ്രാഫിക്സ് പാറ്റേൺ. അതായത് എമിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് ചെയ്യും, ലൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ നോൺ എമിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒപ്റ്റിക്കൽ ആയിരിക്കും ഉണ്ടാവുക. ഒപ്റ്റിക്കലിൽ എന്താണ്, പുറത്തുനിന്നൊരു സോഴ്സ് ഒരു ലൈറ്റ് വേണം. അതായത് ഒരു ബൾബിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ സൂര്യ വെളിച്ചം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഗ്രാഫിക്സ് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും. LCD, അതിന് എക്സാമ്പിളാണ് LCD. അടുത്ത പ്രിൻറ്റേഴ്സ്. പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റർ നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും അത് കുറച്ച് ഇതാണ്, ബോറിങ്ങാണ്, പക്ക തിയറിയാണ്ട് ബോറിങ്ങാണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താ ചെയ്യുക, കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കിയ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നോക്കി, ഹാർഡ്വെയർ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെയാണ് എന്താണ് CPU എന്ന് പറഞ്ഞ്, കമ്പോണൻസ് ഓഫ് CPU പറഞ്ഞു. കമ്പോണൻസ് CPU എന്താണ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും അതുപോലെ കൺട്രോൾ യൂണിറ്റും അതുപോലെ മെമ്മറി യൂണിറ്റും. ഇതിൽ ഓരോന്നും അരിത്തമെറ്റിക് എന്താ പറഞ്ഞു, ALU എന്താന്ന് പറഞ്ഞു, കൺട്രോൾ യൂണിറ്റ് എന്താന്ന് പറഞ്ഞു, മെമ്മറി യൂണിറ്റ് പറഞ്ഞു, ഇൻപുട്ട് ഡിവൈസസ് എന്താന്ന് പറഞ്ഞു, ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു, കീബോർഡ് പറഞ്ഞു. അതുപോലെ ഒരുപാട് ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത്, പിന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്ന് പറഞ്ഞു. അതിൽ മോണിറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് പ്രിൻ്ററാണ്. പ്രിൻ്റർ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇനി അങ്ങോട്ട് പോകാണ്ട്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ എന്ത് ചെയ്യുക, പ്രിൻ്റർ വെച്ചിട്ട് നിർത്തുക. പ്രിൻ്റർ തൊട്ടിട്ട് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.